ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ആദ്യമായിട്ടൊരു സൺഡേയുടെ വിഷസ്. നല്ല ഞായറാഴ്ചയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളപ്പിറവിയുടെ ആശംസകളുമൊപ്പം കേരതിങ്ങും കേരളനാട്, അത് കർഷകൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു മഹത് ദിനമാണ് നവംബർ 1. ഇത് കുറച്ച് പേരയ്ക്കയാണ്, 3-4 പേരയ്ക്ക. ഇവിടെ പിന്നെ വലിയ ശല്യമില്ല. ചില കാട്ടുകിളികൾ വരുന്നുള്ളൂ. വവ്വാലിൻ്റെ ശല്യം തീരെയില്ല നമ്മുടെ ഈ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരയ്ക്കൊക്കെ ശരിക്കും പഴുത്ത് നമുക്ക് പറിക്കാൻ പറ്റും. പിന്നെ ഒരേ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ, അതായത് കായ്ച്ചയുടെ ശല്യമുണ്ട്. ആ ശല്യമുള്ള ചില പേരയ്ക്കകൾ ഒഴിവാക്കിയാൽ പേരയ്ക്കയ്ക്ക് കുഴപ്പമില്ല. ഇത് നമ്മുടെ കോവലാണ്. കോവലൊക്കെ പൂക്കുകയും കായ്ക്കുകയും ചെയ്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം കോവയ്ക്ക പറിച്ച് കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കൊടുക്കാനുള്ള കോവയ്ക്ക തന്നെ കിട്ടും. പന്തലൊക്കെ ഞാൻ ഒന്നും കൂടെ ഇത് ചെയ്തു, റിപ്പയറൊക്കെ ചെയ്തു. കഴിഞ്ഞ വർഷത്തെ പന്തൽ അത്യാവശ്യം ഒരു പ്രാവശ്യം പറിക്കുമ്പോൾ ഒരു 2-2.5 കിലോ ഒക്കെ കിട്ടും. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമുക്ക് കൊടുക്കാനുള്ളതുണ്ട്. കോവലിനൊക്കെ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് മേടിക്കാൻ. പിന്നെ കോവലിന് കൂടുതൽ പരിരക്ഷണയൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് പിന്നെ കുറച്ച് സൂര്യകാന്തി പൂക്കൾ. സൂര്യകാന്തിയുടെ ഇത് ഇട്ടതിൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. നമ്മുടെ ഒരു ബേർഡ് കേജ് ഉണ്ട്, പല ടൈപ്പിലുള്ള ബേർഡ്സ് ഉണ്ട്. അപ്പം ലോറിക്കിറ്റ് ഉണ്ട്, ഇന്ത്യൻ റിംഗ് നെക്ക്, ബഡ്ഗീസ്, ലവ് ബേർഡ്സ്, ഫിഞ്ചസ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനൊരു തണലിനും വേണ്ടിയിട്ടാണ് വെച്ചത്. അത് വളരെ നന്നായിട്ട് വളരുന്നുണ്ട് സൂര്യകാന്തി പൂവ്. ഇതിൻ്റെ ലോട്ടസിൻ്റെ ഒരു ചെറിയൊരു പോണ്ട്, വളരെ ചെറിയൊരു പോണ്ടാണ്. അത് 2-3 മാസമായിട്ടല്ലോ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്. അങ്ങനെ സൂര്യകാന്തി പൂക്കൾ ചെടികളും ഒരു നല്ല ഷെയ്ഡായിട്ട് എൻ്റെ കിളിക്കൂടിന് ചുറ്റുമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യകാന്തിയുടെ വിത്തുകൾ അവർ കഴിക്കുകയും ചെയ്തോളും പക്ഷികളെ ഇതായി കഴിയുമ്പോൾ. പിന്നെ ഇത് കുറച്ച് ചുവന്ന ചീര, പച്ചച്ചീര ഉണ്ട്. പച്ചച്ചീര നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് ഗന്ധരാജൻ, നല്ല മണമാണിത്. ഗന്ധരാജൻ എന്നുള്ള പേര് വന്നത് തന്നെ ഗന്ധങ്ങളുടെ രാജാവ് എന്നുള്ളത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഈ ഏരിയയിൽ എവിടെ പോയാലും നമ്മൾ ആ സുഗന്ധം നമുക്ക് കിട്ടും. ഇത് കുറച്ച് ചില്ലി. ഇത് 2 ബാഗിൽ, അതായത് കാണാൻ പറ്റും, കണ്ടോ, ഇങ്ങനെ 2 ബാഗിൽ ഞാൻ 2-3 വർഷമായി ഇതിങ്ങനെ നിൽക്കുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള അടുക്കള ആവശ്യത്തിനുള്ളത് മുഴുവൻ അതിൽ നിന്ന് കിട്ടും. സർപ്ലസ് ആയിട്ടുള്ള ഞങ്ങൾ ഉണങ്ങി പൊടിക്കും. ഇത് പിന്നെ വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളി ഓർഗാനിക്കാണ്. നമ്മൾ ഒരു രാസവളവും ചെയ്യുന്നില്ല, ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി ഇതിനൊക്കെ. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും കുതിരച്ചാണകമോ, ഇവിടെ കുതിരച്ചാണകം കിട്ടുമേ, അതുപോലെ കോഴിക്കാഷ്ടോ അങ്ങനെ എന്തെങ്കിലും ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ടാവും, കേടും കുറവാണ്. ഇതിനി കുറച്ചൊരൽപ്പം പൂക്കളെ കാണിക്കാം. ഇത് നമ്മുടെ തെച്ചി, ചുവന്ന തെച്ചി, നിറയെ പൂക്കളുണ്ട്. ഇത് ആമ്പൽ, എല്ലാവർക്കും അറിയാം. വലിയ വലിയ താമരപ്പാടങ്ങളും ആമ്പൽ തോട്ടങ്ങളും ഒക്കെ ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അത് ഒരു ആഗ്രഹം കണ്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ മാത്രം കണ്ടതുകൊണ്ട് കുറച്ച് ആമ്പലും കുറച്ച് ലോട്ടസിൻ്റെയൊക്കെ പാകിയതാണേ. പക്ഷേ ഇത് നന്നായി വളരുന്നുണ്ട്. ഇപ്പം ഞാൻ വിത്തിട്ടു. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞത് വിത്തിട്ട് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും, അത് അത്ര സക്സസ് അല്ല. അത് ശരിയായിരുന്നു താനും. എന്നാൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.